Hi Malayalis, welcome back to Guru Kiki's Entertainment Vlog. അപ്പോ പുതിയ വ്ളോഗിಗೆ സ്വാഗതം. സ്വാഗതം. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി. ഗൈസ്. ആരെല്ലാം നമ്മള് വ്ളോഗ് നോക്കുന്നുണ്ട് ദിവസം. ഭയങ്കര താങ്ക് യു. ഇനി നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും കണ്ടുപിടിക്കുന്ന ലൈക്ക് ചെയ്യുക. എപ്പോഴും നിങ്ങളുടെ കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നമ്മൾ സംസാരിക്കുന്ന തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം ദയവ് ചെയ്ത്. ഞങ്ങളെ രീതിയിൽ ഞങ്ങൾ മാറാൻ ശ്രമിക്കും നിങ്ങൾക്ക് വേണ്ടി. സോ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ, എന്തുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഞങ്ങൾ റിലേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഒരു 5 വർഷമായി അല്ലേ? 5 വർഷത്തിൽ ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പ്രോമിസ് ഓൺ ദസ്, എൻ്റെ വൈഫിന് സത്യം ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കള്ളം പറയുന്നതല്ല, നമ്മൾ കള്ളം പറയുന്നില്ല. ഞങ്ങളുടെ റിലേഷൻ എങ്ങനെയാ വെച്ചാൽ, ഞങ്ങൾ ദിവസം കൂടുന്തോറും ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ സ്നേഹം കൂടി വരുന്നതാണ്. കാരണം ഞങ്ങൾ ലവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ലവ് അല്ല ഇപ്പോൾ, അല്ലേ? ഞങ്ങൾ ലവ് ചെയ്യുന്ന സമയത്ത് ഒരു ലവ് ഉണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര കൂടി 3 വർഷമായപ്പോ ഇതിങ്ങനെ വലുതായി കൊണ്ട് പോവാണ്. ഒരു ബലൂൺ. സിംഗിൾസിന് നിങ്ങൾക്ക് വേണം സ്കിപ്പ് ചെയ്യാം. ഞങ്ങളിത് അതല്ല, സിംഗിൾസ് നോക്കിക്കോ. നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കി ഉപകാരപ്പെടും. അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ പറയുന്നത് എങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒരു റിലേഷനിൽ ഉണ്ടാവാൻ പറ്റും, മാത്രമല്ല ഡിവോഴ്സ് ആവാതെ എങ്ങനെ ഒരു റിലേഷൻ ഞങ്ങൾ മരിക്കുവോളം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് പോകാൻ പറ്റും എന്നതിനുള്ള ഒരു അവയർനെസ് വീഡിയോയാണ് ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ വാവയുടെ ആദ്യത്തെ പോയിന്റ് പറയാം. എന്തുകൊണ്ടാണ് വാവ ഈ റിലേഷനിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്? അത് വാവ കിടത്തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. ഈ റിലേഷൻഷിപ്പ് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോടി? എന്റെ അച്ഛനോട്, എന്റെ അമ്മനോട്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്തിന് ഇങ്ങനെയുണ്ട് അറിയോ? പെട്ടെന്ന് പറ. ഗൈസ്, അണ്ടർസ്റ്റാൻഡിങ് നമ്പർ 1. അതെല്ലാരും പറഞ്ഞ റീസൺ ആണ്, അണ്ടർസ്റ്റാൻഡിങ്. നെവർ ഗിവിംഗ് അപ്പ് ഓൺ ഈച്ച് അതർ. ഇപ്പോ ദേവടക്ക് അധികം ദേഷ്യം ഉണ്ടാവും, ഫോർ എക്സാമ്പിൾ. അപ്പോ അധിക ദേഷ്യം ഉണ്ടാവുമ്പോ നമ്മൾ ആ സ്നേഹിക്കുന്നുണ്ടല്ലേ, അപ്പോ വി ഹാവ് ടു ഹാൻഡിൽ യുവർ ആങ്കർ. അത് എങ്ങനെ? ഇപ്പൊ ദേവട്ട ഒരു സൈക്കോ ആയെങ്കിൽ, ഫോർ എക്സാമ്പിൾ, ഭയങ്കര ദേഷ്യം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞില്ല. ഐ ഷുഡ് അഡ്ജസ്റ്റ് ഫോർ യുവർ ആങ്കർ ബിക്കോസ് ഐ എം ലവിങ് യു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നമുക്ക് മാറ്റി പിടിക്കണം. ഇപ്പൊ ദേവട്ട പറയണം. എനിക്ക് പറയാൻ എന്താ അറിയോ, അണ്ടർസ്റ്റാൻഡിങ് വേണ്ടതാണ് എനിക്ക് തോന്നുന്നത്. എന്തിനാ വെച്ചാല്, എന്തിനാ അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണം നമ്മൾ റിലേഷനിൽ? നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത്? അണ്ടർസ്റ്റാൻഡ് വേണ്ടേ? ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ആണിപ്പോ ഇവള് ധ്രുവ്, അനുപമ പരമേശ്വരനും ധ്രുവ് ഇപ്പോ ബ്രേക്കപ്പ് ആയി. അവര് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്ക് ജീവിതകാലം മുഴുവനും അവന്റെ കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അണ്ടർസ്റ്റാൻഡ്. അത് ഓവർ ടോക്സിക് ആണ്. അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് അവൾ ധ്രുവ് വിക്രം, ഞാൻ അനുപമ, ഞാൻ പറയും എനിക്ക് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അപ്പൊ ധ്രുവ് വിക്രം വന്നിട്ട് സപ്പോർട്ട് ആക്കണം. അത് കഴിഞ്ഞിട്ട് ലിമിറ്റേഷൻ ഇങ്ങനെ ബ്ലോക്ക് ആക്കാൻ പാടില്ല. അപ്പൊ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് വേണമെന്ന് അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് അനുപമയോട് ജീവിക്കണം. ബിക്കോസ് ഇവൾക്ക് ആക്ടിങ് ഇഷ്ടം, സോഷ്യലൈസ് അവർ ഇഷ്ടം. അത് അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് ഓക്കെ. അനുപമ പരമേശ്വരൻ ചെയ്ത് വെച്ചാൽ ഇവന്റെ ബിഹേവ് ഇങ്ങനെയാണെന്ന് എഴുതിയിട്ട് 2 വർഷം അഡ്ജസ്റ്റ് ചെയ്ത് അണ്ടർസ്റ്റാൻഡ് അല്ല, അവൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് നിന്നതാ. ഇവിടെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ അണ്ടർസ്റ്റാൻഡ് ആക്കണം. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പൊ എനിക്ക് ഒരു സ്വിമ്മിങ് പോവാൻ ഇഷ്ടം. അപ്പൊ ദേടൊക്കെ ഞാൻ സ്വിമ്മിങ് ഷോർട്ട് ഇടാനോ സ്വിമ്മിങ് ഡ്രസ് ഇട്ടിട്ട് ആൺകൾ മുൻപിൽ പോവാൻ ദേടൊക്കെ ഇഷ്ടമല്ല. പക്ഷെ ഞാൻ എന്താക്കണം, ഓക്കെ ദേടൊക്കെ ഇഷ്ടമല്ല, അപ്പൊ സ്വിമ്മിങ്ങിന്റെ ഫുൾ സെറ്റ് കിട്ടും. ഫുൾ സെറ്റ് എനിക്ക് ഇഷ്ടമല്ലാന്ന് കരുതിയിട്ട് അതപ്പോ അഡ്ജസ്റ്റ് ആയി വാവ. പക്ഷേ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം വാവയ്ക്ക് എന്താണ് കംഫർട്ട്. സ്വിമ്മ് ചെയ്യുമ്പോൾ വാവയ്ക്ക് സ്വിമ്മിങ് സൂട്ട് ഇട്ടാണ് കംഫർട്ട്, ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ചെയ്തോട്ടെ.
പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ ദേടൊക്കെ ഇഷ്ടമില്ല, അപ്പൊ ഞാൻ എന്താക്കണോ അത് അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് അറ്റ്ലീസ്റ്റ് യു ലെഫ്റ്റ് മീ ടു ഗോ സ്വിം. അപ്പൊ ഒരു നല്ല കവർ ആയിട്ടോടെ ഒരു സ്വിമ്മിങ് സൂട്ട് ഇട്ട് ഞാൻ സ്വിമ്മിങ് പോവാം. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ആക്കിയിട്ട് തന്നെ നമുക്ക് പോകണം. അത് വിട്ടിട്ട് എനിക്ക് നീ ഷോർട്ട് ഡ്രസ് ഇടാൻ എനിക്ക് ഇഷ്ടമില്ല, സ്വിമ്മിങ് ഡ്രസ് ഇടാൻ ഇഷ്ടമില്ല, അപ്പോ വേണ്ട നീ പോവണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിമിറ്റേഷൻ ആവും. അഡ്ജസ്റ്റ് ആയിട്ട് ജീവിക്കണം. അയ്യോ എന്താ ഈ റിലേഷൻഷിപ്പ് അങ്ങനെ ആവുക. അപ്പൊ ആ അണ്ടർസ്റ്റാൻഡിങ് ഞാൻ പറഞ്ഞത്. എനിക്ക് പറയാനുള്ള വെച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ആ ഒരു ടോപ്പിക് നിങ്ങൾ മറക്കണം. കറക്റ്റ് അല്ലേ? ഇത് ഈ പഴയ ആൾക്കാർ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഭാര്യ ഭർത്താവ്. ലീഗലായിട്ട് നമ്മൾ ഒപ്പിട്ട് അത്ര മതി. അതിനുശേഷം ഇതെൻ്റെ ഭാര്യയാണ്, ഞാൻ പറഞ്ഞതല്ല ഇവള് കേൾക്കണം എന്ന് പറഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്, ഒരുപാട് ആണുങ്ങളുണ്ട്. എനിക്കറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതുണ്ടാവോ? അതായത് കല്യാണം കഴിഞ്ഞാൽ അവളെൻ്റെ ഭാര്യയാണ്, അവളെൻ്റെ അടിമയാണ്, ഷീൽ ബി എ സ്ലേവ് ഫോർ മീ, അവളെൻ്റെ അടിമയായിട്ട് ഞാൻ ജീവിക്കണമെന്ന് ചിന്തിക്കരുത് നിങ്ങൾ ഒരിക്കലും. നമ്മളൊരു പാർട്ട്ണറായിട്ട് ചിന്തിക്കുക. ഇത് കല്യാണം കഴിഞ്ഞു വെച്ചിട്ട് അവള് താലി ഇടണം, അവള് സിന്ദൂരം ഇടണം. നിങ്ങൾ എപ്പോഴും കണ്ടാലും മനസ്സിലാവും ഞാൻ ഇതൊന്നും ഇടിക്കാറില്ല. ഇതൊക്കെ അവര് മനുഷ്യരുണ്ടാക്കിയ ഓരോരോ ചടങ്ങുകളാണ്, അവരുണ്ടാക്കിയ ഓരോ ട്രഡീഷൻസ് ആണ്. അത് കല്യാണം കഴിഞ്ഞ് താലി ഇടണം, ഇതിടണം. അപ്പൊ എന്റെ ഭാര്യ എനിക്ക് താലി ഇടണോ ഇല്ല സിന്ദൂർ ഇടണോ അത് എന്റെ ഇഷ്ടം. കുട്ടിക്ക് ഇഷ്ടമാണെങ്കിലും എനിക്ക് ഇതിനൊന്നും താല്പര്യമില്ല ആക്ച്വലി. കാരണം ഞാൻ ഇതൊന്നും വിശ്വസിക്കാത്ത ആളാണ്. ലീഗലി നിങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞാല് മാരീഡ് കപ്പിൾ. പിന്നെ നമ്മള് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ല, അത് നിങ്ങൾ വിട്. വി ആർ നോട്ട് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, വി ആർ ജസ്റ്റ് പാർട്ട്നേഴ്സ്, വി ആർ ജസ്റ്റ് സ്റ്റേയിങ് ടുഗദർ. ഒരു രണ്ട് ഫ്രണ്ട്സ് എങ്ങനെയാണോ ഒരുമിച്ച് താമസിക്കുന്നത് അതുപോലെയാണ് നമ്മൾ താമസിക്കേണ്ടത്. അല്ലാണ്ട് എൻ്റെ ഭാര്യ അതെടുക്ക് പോയിട്ട് എനിക്കിതാക്കിത്താ പറയരുത്. കുക്കിംഗ് എല്ലാം നീ തന്നെ ചെയ്യണം, അങ്ങനെ ഉണ്ടാ പാടില്ല. യു ഹാവ് ടു ഗ്രോ. ഇപ്പോൾ നമ്മൾ ജനറേഷൻ ചേഞ്ച് ആവുന്നുണ്ട്, സെഞ്ചുറി മാറുന്നുണ്ട്. അപ്പോൾ വി ഓൾസോ ഷുഡ് ഗെറ്റ് അഡപ്റ്റഡ് ടു ദാറ്റ്. ഇപ്പോൾ ദയവായിട്ട് രണ്ടാളും നമ്മള് വീടിന്റെ പണി ഷെയർ ആക്കണം, ഡിവൈഡ് ആക്കണം, ഈക്വാലിറ്റി ഉണ്ടാവണം. അതെ, ഈക്വാലിറ്റി. ഇപ്പോഴത്തെ പെൺകൾ എല്ലാരും പഠിച്ചിട്ടുണ്ട്, ജോലി ചെയ്യാൻ അറിയും, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയും, അവർ ഇൻഡിപെൻഡന്റ് ഇരിക്കാൻ അവർക്കറിയും. പണ്ടത്തെ പെൺകൾ പോലെ അല്ല, ഒന്നും അറിയാത്ത അൺഎഡ്യൂക്കേറ്റഡ് ഗേൾസ് അല്ല ഇപ്പോ. അങ്ങനെ എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും ഉണ്ട്. പണ്ട് എഡ്യൂക്കേറ്റഡും ഉണ്ട്, എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരും ലിസൺ ചെയ്യുന്നുണ്ട് ഭർത്താവിനെ പറഞ്ഞിട്ട്. അവർക്ക് ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവര് ജോലിക്ക് പോകുള്ളൂ. ടീച്ചേഴ്സ് ആയ ആന്റിമാരെ നമ്മൾ കാണില്ലേ, ഭർത്താവിന് ഫുഡ് ഉണ്ടാക്കിയിട്ട് അവര് പോകുള്ളൂ, അല്ലാതെ ഭർത്താവ് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കില്ല. അപ്പൊ അത് മാറണം. അതാണ് ഒരു മെയിൻ പോയിന്റ്. നിങ്ങൾ ഭർത്താവ് ഭാര്യ എന്നുള്ള സങ്കല്പം മറന്നേക്ക്, എന്നിട്ട് കല്യാണം കഴിക്ക്, ഒരു ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. അപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലാണ് നമ്മുടെ റിലേഷൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഈ ലവ് ഇങ്ങനെ കൂടി വരുന്നത്. പിന്നെ നമുക്ക് പരസ്പരം എല്ലാവരും ഇഷ്ടമുണ്ട്. ഒന്നാമത് രണ്ട് കീർത്തുട്ടിക്കും മാഡ് അബൌട്ട് മീ, കീർത്തുട്ടി ഓൾസോ മാഡ് അബൌട്ട് മീ, ഐ എം ഓൾസോ മാഡ് അബൌട്ട് ഹെർ. എന്തുണ്ടെങ്കിലും നമ്മൾ ഫൈറ്റ് ചെയ്യാറുണ്ട്, ഇഷ്ടംപോലെ ഫൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഫൈറ്റ് ചെയ്താലും we never give up on each other. അതാണ്, that is what I meant, never give up on each other. ഇപ്പോ ദേവേട്ട ഫൈറ്റ് ചെയ്തു, രണ്ടാളും ഫൈറ്റ് ചെയ്തു. ഇപ്പൊ ദേവേട്ടനെ വന്നിട്ട് സോറി പറയണമെന്ന് ആവശ്യമില്ല. യു ഷുഡ് നോട്ട് ഗീവ് അപ്പ്, ലെറ്റ് ഹിം കം ആൻഡ് ടെൽ. അങ്ങനെ രണ്ടുപേരും ചിന്തിച്ചിട്ട്, ഇപ്പോൾ തെറ്റെന്റെ ഭാഗത്താണെങ്കിലും ഞാൻ പോയിട്ട് കീർത്തുടി വന്ന് എന്നോട് വേണമെങ്കിൽ ഇപ്പോൾ അവളോടാണ് തെറ്റെന്ന് വിചാരിച്ചോ, അപ്പോൾ എനിക്കൊരു അവളോട് വിട്ടേക്ക്, കുഴപ്പമില്ല, ഇങ്ങനെ പറഞ്ഞാൽ ആരും മരിക്കാനൊന്നും പോകുന്നില്ല അല്ലേ. ഇഫ് യു ഡു എ വൺ മിസ്റ്റേക്ക്, ഐ ക്യാൻ കം ആൻഡ് മേക്ക് യു ഓക്കെ, ഇറ്റ്സ് ഓക്കെ അല്ലേ, ഓക്കെ, ഇറ്റ്സ് ഹാപ്പൻഡ് ഈസ് ഹാപ്പൻഡ്, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് we have to focus on how to fix it. എങ്ങനെ നമുക്ക് ഈ ഫിക്സ് ചെയ്യാം ഈ ഇഷ്യൂ. ഇപ്പൊ മിസ്റ്റേക്ക് ആയി, സാരമില്ല, we have to fix it. ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല, പരസ്പരം ഗീവ് അപ്പ് ചെയ്യാൻ പാടില്ല. വെച്ചാൽ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് വേറൊരാളെ ഇഷ്ടപ്പെടുന്നതും വേറൊരു റിലേഷനിൽ പോകുന്നതും ഇതൊക്കെ അതിൽ പെടും അല്ലേ. അതും നമ്മൾ ചിന്തിച്ച് ചെയ്യുക. അങ്ങനെ തന്നെ പരിപാടിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർക്ക് തുറന്നു പറഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അതായത് എനിക്ക് ഇന്നാളായിട്ട് ഇഷ്ടത്തിലാണ്, ഞാൻ ഇന്നലായിട്ട് ഓക്കെ അല്ല, അല്ല അതിൻ്റെ 1 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. നിങ്ങൾ 1 വർഷം വെയിറ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നില്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്തോളൂ. അല്ലാണ്ട് പാർട്ട്ണർ അറിയാതെ വേറെ റിലേഷനിലാവുക, അയാളായിട്ട് പരസ്പരം അഫെയർ ആവുക, ഇതൊന്നും ശരിയല്ല. അങ്ങനെ ഇനി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം പറയണം, എനിക്ക് നിങ്ങളായിട്ട് ഓക്കെ അല്ല, എനിക്ക് വേറെ ആയിട്ട് ഉള്ളതൊക്കെ നമുക്ക് ഡിവോഴ്സ് ചെയ്യാം. എന്ത് സംഭവിക്കും? ദാറ്റ്സ് ഓൾ.
അങ്ങനെ ഓപ്പൺ ആയിട്ട്. പക്ഷേ നമ്മളിത് ലൈറ്റ് ആയിട്ട് എടുക്കും. പക്ഷെ അവരെല്ലാം അടിക്കും. ഗേൾസ് വന്നിട്ട് പറയാണ്, വൈഫ് വന്നിട്ട് പറയാണ്, എനിക്ക് വേറെ ആളെ ഇഷ്ടമാണ്, നമുക്ക് ഡിവോഴ്സ് ചെയ്യണം, അടിയായിരിക്കും. നല്ല അടിക്കും. അങ്ങനെ അതൊക്കെ ഭയങ്കര മോശമാണ്. അങ്ങനെ ചെയ്യരുത്. അതെ. നിങ്ങൾ അപ്പോഴും നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഓക്കെ, എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് ഇഷ്ടമല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആയിട്ട് ഞാൻ പറഞ്ഞത്. അറേഞ്ച് മാരേജ് കഴിക്കുന്ന ഒരാൾക്ക് 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ അയാളോട് ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും. എന്തിനാണ് കഷ്ടപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അല്ലേ? ലവ് മാരേജ് ചെയ്തിട്ട് അഫയർ വെച്ചെങ്കിൽ അത് യുവർ പാർട്ട്ണർ ഈസ് നോട്ട് ഗുഡ്. മൈൻഡ് സെറ്റ് ഈസ് നോട്ട് ഗുഡ്. യെസ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഈഗോ നിങ്ങൾ മാക്സിമം കളയാൻ നോക്കുക അല്ലേ? പരസ്പരമുള്ള ഈഗോ കാരണം ഒരുപാട് റിലേഷൻസ് ഡിവോഴ്സ് ആയി പോകുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചും ചിന്തിച്ചും ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റിലേഷനും അടിപൊളിയായിരിക്കും. ഞങ്ങളെപ്പോലെ ആണെന്ന് പറയുന്നില്ല, നിങ്ങളെ രീതിയിൽ അടിപൊളിയാവാൻ നോക്കാം. എല്ലാ റിലേഷനും അടിപൊളിയാണ്. ഞങ്ങൾ മാത്രമൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്കിടയിൽ ഞങ്ങളുടെ റിലേഷൻ ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളെപ്പോൾ ഹാപ്പിയാണ്, എപ്പോഴും ഞങ്ങൾ ആ ഒരു എൻജോയ്മെൻറ്റ് വൈബാണ്. കാരണം നമ്മൾ പാർട്ട്നേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിട്ടിട്ട് പാർട്ട്നേഴ്സ്, ഫ്രണ്ട്ഷിപ്പ് ആ വൈബിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര അടിപൊളിയാണ്. സോ ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും പോയിന്റ് ഇഷ്ടമായെങ്കിൽ അത് ഞങ്ങൾക്ക് ഹാപ്പിയാണ്. ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പറയാം. നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഞങ്ങളത് തിരുത്താൻ നോക്കും. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേൾക്കും, ഞങ്ങൾ പറഞ്ഞത് നിങ്ങളും കേൾക്കണം. സോ അത്രയുള്ള ഫ്രണ്ട്സ്, ഈ കാര്യങ്ങളൊന്നും പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ഞങ്ങൾ വീണ്ടും വീഡിയോ ആയിരിക്കും. Until then, stay tuned. ബൈ.